എന്താണ് UTI? ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഇതിൻ്റെ ചികിത്സാരീതികൾ എന്തെല്ലാം? ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്, കോഴിക്കോട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിസർജ്ജ അവയവങ്ങൾക്ക് വരുന്ന ഒരു അണുബാധയാണ്. സാധാരണയായി ഇത് ബാക്ടീരിയ മൂലമാണ് ഉണ്ടാവുന്നത്. നമ്മളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാരണം സ്ത്രീകളിലെ യുറീത്ര പുരുഷന്മാരെ അപേക്ഷിച്ച് വലിപ്പക്കുറവുള്ളതും കൂടാതെ നമ്മുടെ സ്ത്രീകളുടെ മലദ്വാരവും യോനി ഭാഗവും യുറീത്രയും ഇവയെല്ലാം അടുത്താണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി കണ്ടീഷനിൽ, മെനോപോസ് കണ്ടീഷൻ, അതായത് നമ്മുടെ ആർത്തവ വിരാമ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവയുള്ളപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? അടിവയറ്റിൽ വേദനയും പുകച്ചിലും, മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിലും. പക്ഷേ അത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടാവാം പുകച്ചിൽ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആവും പുകച്ചിൽ. ഇതെല്ലാമാണ് സാധാരണയായി കാണപ്പെടുന്നത്. സ്ത്രീകളിലാണ് ഇത് കൂടുതലെങ്കിലും പുരുഷന്മാരിലും ഇത് വരാറുണ്ട്. കൂടുതലായും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാൻസ്, അതായത് UTI വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടികളിലും ഉണ്ടാവുന്നു. കുട്ടികളിലായി പ്രധാനമായി കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പനി. ഈ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പനി നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് UTIയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് യൂറിനറി ട്രാക്റ്റിൻ്റെ ഘടന നോക്കാം. അതായത് ഒരു പെയർ ഓഫ് കിഡ്നി, 2 കിഡ്നി, അവ യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന യൂറീറ്റർ, ദെൻ യൂറിനറി ബ്ലാഡറിൽ നിന്ന് പോകുന്ന ഒരു യുറീത്ര, ഇവയാണ് ഉണ്ടാവുന്നത്. കൂടുതലുമായും ഈ ലോവർ സിസ്റ്റത്തിനാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. അത് നമ്മൾ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നു. എന്നാൽ ഈ ഇൻഫെക്ഷൻ കൂടുതലായി കോളനൈസ് ചെയ്ത് ബാക്ടീരിയയെല്ലാം യൂറിനറി ബ്ലാഡറിൽ നിന്ന് കോളനൈസ് ചെയ്ത് അപ്വേർഡിലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്നതാണ് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇത് കുറച്ചുകൂടെ സിവിയറായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പിന്നെ പ്രധാനമായും ഇത് ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും നമ്മളെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുക, അതായത് നമ്മുടെ ശരീരഭാരത്തിന് വേണ്ടിയുള്ള വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രാധാന്യമായിട്ടുള്ള കാരണം ഉണ്ടാവുന്നത്. പിന്നെ പറയുന്നതിൽ നമ്മൾ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വയ്ക്കുന്ന അവസ്ഥ. ഇത് പതിവായി സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ മൂത്രം ഒഴിക്കാതെ അത് പിടിച്ചു വയ്ക്കുകയും ആ പിടിച്ചു വയ്ക്കുന്നതിലൂടെ ബാക്ടീരിയയ്ക്ക് അവിടെ കോളനൈസ് ചെയ്യാൻ കൂടുതലായിട്ടുള്ള ചാൻസ് ഉണ്ടാവുകയും പെട്ടെന്നായിട്ടുള്ള ഇൻഫെക്ഷൻ വരികയും ചെയ്യുന്നു. ഇതുകൂടാതെ തന്നെ ചില ഇൻഫെക്റ്റഡ് കണ്ടീഷനായിട്ടുള്ള ഇപ്പോൾ കിഡ്നി സ്റ്റോണ്, അതുപോലെ മെയിൽസിൽ പറയുന്ന പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ, ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിൽ പെട്ടെന്നായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും ഇൻഫെക്റ്റഡ് കണ്ടീഷൻ ഉള്ളവരിൽ കൂടുതലായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് UTI ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാം? മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പുകച്ചിൽ, മൂത്രമൊഴിക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മൂത്രത്തിൽ ഉണ്ടാവുന്ന രക്തത്തിൻ്റെ അളവും അല്ലെങ്കിൽ മൂത്രത്തിന് വേറെ എന്തെങ്കിലും കളർ വ്യത്യാസവും ഉണ്ടായിരിക്കും. മൂത്രത്തിന് കൂടുതലായിട്ട് ഡാർക്ക് കളറാണെങ്കിൽ അത് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ മുകളിലോട്ട് പോയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഡാർക്ക് കളറായിട്ടുണ്ടാവുന്ന യൂറിനറി ചേഞ്ച് എന്ന് പറയുന്നത്. അതുകൂടാതെ രൂക്ഷമായിട്ടുണ്ടാവുന്ന ഗന്ധം എന്തെങ്കിലും, അടിവയറ്റിലുണ്ടാവുന്ന വേദന, അതുപോലെ പുറകിൽ ഉണ്ടാവുന്ന ലോവർ ബാക്ക് പെയിനും ഇതിനൊരു പ്രധാനപ്പെട്ട സിംറ്റംസാണ്. ഇതുകൂടാതെ ചിലരിൽ ഭയങ്കരമായിട്ടുള്ള പനി ഉണ്ടാവുന്നു. പനി, ഛർദി, വയറുവേദന പോലുള്ള കാര്യങ്ങളുണ്ടാകുന്നു. ഇതുകൂടാതെ തന്നെ നമുക്കൊരു ക്ഷീണവും അലസതയും. ഈ ക്ഷീണവും അലസതയും കൂടുതലായി കാണപ്പെടുന്നത് പ്രായമായവരിലാണ്. കൂടുതലായിട്ട് ഈ ക്ഷീണവും അലസതയും കാണപ്പെടുന്നത്. ഇനി ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? മെയിനായിട്ട് നമ്മൾ ഈ യൂറിൻ കൾച്ചറിലൂടെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൂടാതെ യൂറിനിൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷനും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ അബ്ഡോമൻ ഒന്ന് സ്കാൻ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും വീക്കങ്ങളോ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ നമുക്ക് അതിലൂടെ അറിയുകയും കൂടുതലായിട്ട് ഇതിൻ്റെ റെക്കറൻസി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ? ചികിത്സാ രീതിയോടൊപ്പം നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? അതായത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മുടെ ഭാരത്തിന് അനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കേണ്ടതാണ്. ചിലർ ജ്യൂസുകളാണ് കൂടുതൽ കുടിക്കുന്നത്. പക്ഷേ ഈ ജ്യൂസുകളിൽ
നമ്മുടെ മധുരത്തിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ കൂടുതലുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രമേഹ രോഗികളിലും എല്ലാം ഈ UTIയിലേക്കുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ജ്യൂസ് പോലുള്ളതില്ലെങ്കിൽ മധുരം കുറച്ച് കഴിക്കുക. അതുകൂടാതെ ഈ ജ്യൂസ് ഐറ്റം കഴിക്കണമെന്നുണ്ടെങ്കിൽ സംഭാരം, വേറെ ഉലുവ വെള്ളം, കൂവ വെള്ളം, അങ്ങനെ അല്ലെങ്കിൽ പച്ചമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം, അങ്ങനത്തെ വെള്ളമൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ച്, നെല്ലിക്ക, അതുപോലെ യോഗേർട്ട്, ദെൻ പുളി കുറഞ്ഞ തൈര് എന്നിവയെല്ലാം കഴിക്കുന്നത് നന്നായിരിക്കും. ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ പ്രിക്കോഷൻസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും മെഡിക്കേഷൻ എടുക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം സ്വയം ചികിത്സ കൂടുതലായിട്ടുള്ള ഇൻഫെക്ഷനിലോട്ടും കിഡ്നി സംബന്ധ രോഗങ്ങളിലോട്ടും പോകുന്നതിന് കാരണമാകുന്നു. ഇതുമായി എന്തെങ്കിലും സംശയങ്ങളോ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി.